വിട്ടുപുറത്ത് മാപ്പാക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിലും ജീവിതത്തിലും അല്ലാഹു തആല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ബഹുമാനികളെ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ കഴിഞ്ഞ പ്രസംഗങ്ങളിൽ പറഞ്ഞത് വഹാബികളുടെ തൗഹീദ്, വഹാബികളുടെ ഷിർക്ക് എന്നതിനെ പറ്റിയുള്ള ഏറ്റവും ലളിതമായ വിവരണങ്ങളാണ്. അത് ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ശ്രോതാക്കളുടെ അത് കേട്ട ആളുകൾ പ്രതികരിക്കുന്നതിൽ നിന്നും അതിൻ്റെ അടിയിൽ എഴുതി വയ്ക്കുന്നതും മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അവരുടെ നിർദ്ദേശം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്ന് ഇലാഹ് എന്നതിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. അതായത് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ, ഇത് വിശ്വസിച്ചവരെ പറ്റിയാണല്ലോ മുസ്ലിമീങ്ങളെന്ന് പറയാം. ഇനി മുസ്ലിം എന്നുള്ളതിൻ്റെ അപ്പുറം റസൂലുള്ളാഹിൻ്റെ ദീനിൻ്റെ അപ്പുറം ആദം നബി അലൈഹിസ്സലാം തുടങ്ങി, അല്ലെങ്കിൽ നൂഹ് നബി അലൈഹിസ്സലാം തുടങ്ങി ലോകത്ത് വന്ന പ്രവാചകന്മാരൊക്കെ അഫ്ളലു മാ ഖുൽതു അന വൻ നബിയൂന ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാ, ഞാനും എൻ്റെ മുമ്പുള്ള പ്രവാചകന്മാരൊക്കെ പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കിയ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലയാണ്. ഈ ലാ ഇലാഹ ഇല്ലല്ലയാണ് തൗഹീദ്. ആരാധനയ്ക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് വിശ്വസിക്കലാണ് തൗഹീദ്. ആരാധനയ്ക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരോ ഉണ്ടെന്ന് വിശ്വസിക്കലാണ് ഷിർക്ക് എന്ന് കഴിഞ്ഞ 2 പ്രസംഗങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെട്ട, ആർക്കും എതിർക്കാൻ കഴിയാത്ത പരമാർത്ഥമാണ്. ഇനി നമ്മൾ പറയുന്നത് ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഞാൻ അർത്ഥം വെച്ചു, ആരാധിക്കപ്പെടാൻ അർഹൻ. അപ്പം അറബിയിൽ പറയുമ്പോൾ മഅ്ബൂദും ബി ഹക്ക് എന്നാണ് നമ്മൾ അള്ളാഹിനെ പറ്റി പറയുക. അള്ളാഹ് മഅ്ബൂദും ബി ഹക്കാണ്. ശ്രീകൃഷ്ണൻ മഅ്ബൂദാണ്, പക്ഷെ ബി ഹക്കല്ല. ശ്രീരാമൻ മഅ്ബൂദാണ്, ആരാധിക്കപ്പെടുന്നുണ്ട്, ബി ഹക്കല്ല. യേശു ക്രിസ്തു മഅ്ബൂദാണ്, പക്ഷെ ബി ഹക്കിൻ അല്ല, അർഹതപ്പെട്ട ഇബാദത്തല്ല. അപ്പൊ ഇബാദത്ത്, മഅ്ബൂദ്, ആരാധിക്കപ്പെടുക എന്ന അർത്ഥത്തിലാണ് ഈ വാക്ക് ഉപയോഗിക്കപ്പെടുന്നത്. ഇവിടെ ഈ വാക്കിന്റെ അർത്ഥം വളരെ വ്യക്തമായിട്ട് ഇലാഹി എന്ന വാക്കിന്റെ അർത്ഥത്തിലൊന്നും മുസ്ലിങ്ങൾക്കിടയിൽ ഒരു തർക്കം ഉണ്ടായിരുന്നില്ല. തർക്കത്തിന്റെ ആവശ്യമില്ല. അങ്ങനെ വന്നാൽ നബി പരാജയപ്പെട്ടു എന്ന് അതിന്റെ അർത്ഥം. സഹാബാക്കൾക്ക് ഇലാഹ് പറഞ്ഞതിന്റെ അർത്ഥം തിരിഞ്ഞില്ല, താബികൾക്ക് തിരിഞ്ഞില്ല, താബികൾക്ക് തിരിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എത്ര അബദ്ധ! അങ്ങനെ ഒരു പൊട്ടത്തരം വിശ്വസിക്കാൻ ഒരു മുഅ്മിനായ മനുഷ്യന് കഴിയൂല. പക്ഷേ എന്നാൽ നമ്മളൊന്ന് ആലോചിക്കുക, മഹാനായ അബൂ അബ്ദുല്ലാഹിൽ ഖുർത്തുബി ഇമാം റളിയല്ലാഹു അൻഹു വലിയ തഫ്സീർ ഉണ്ടാക്കിയ ആളാണ്. അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ലാ ഇലാഹ ഇല്ലാ ഹുവ എന്നതിലെ ഇലാഹ് എന്ന വാക്ക് വ്യാഖ്യാനിച്ചുകൊണ്ട് തഫ്സീറിൽ അദ്ദേഹം പറയുന്നത് ലാ മഅ്ബൂദ ഇല്ലാ ഹുവ എന്നാണ്. അപ്പൊ ഇലാഹിന്റെ അർത്ഥം മഅ്ബൂദ് എന്നാണ്, ആരാധിക്കപ്പെടുന്നവൻ. ലാ മഅ്ബൂദ, ഒരാരാധിക്കപ്പെടുന്നവനുമില്ല, ഇല്ലാഹുവ, അല്ലാഹു അല്ലാതെ എന്നാണ് ലാ ഇലാഹ ഇല്ലാഹുവിന്റെ അർത്ഥം എന്ന് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു നിങ്ങൾ രേഖപ്പെടുത്തുന്നു. പിന്നീട് ഇസ്ലാമിൽ പുതിയ ചിന്താഗതി കടത്തിക്കൂട്ടിയ ലോകത്തെ ആദ്യ ചിന്താഗതിക്കാരൻ എന്ന് തന്നെ ഇത്തരം വിഷയങ്ങളിൽ പറയാൻ പറ്റുന്ന ഇബ്നു തൈമിയ. ആ ഇബ്നു തൈമിയ അൽ ഇലാഹു, അദ്ദേഹവും പറയുന്നത് അൽ ഇലാഹു, ഇലാഹ് എന്ന് പറഞ്ഞാൽ അൽ മഅ്ബൂദുൽ മുത്താഉ, അൽ മഅ്ബൂദു, ആരാധിക്കപ്പെടുന്നവൻ എന്നാണ് ഇലാഹ് എന്ന വാക്കിന്റെ അർത്ഥം. ഇത് ലോകത്ത് കഴിഞ്ഞു പോയ മുസ്ലിമീങ്ങളൊക്കെ പറഞ്ഞ വാക്കാണ്. മഅ്ബൂദ് എന്നാണ് ഇലാഹ് എന്ന വാക്കിന്റെ അർത്ഥം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ? നിങ്ങളൊക്കെ മദ്രസയിൽ പഠിച്ചത് അങ്ങനെ തന്നെ, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. ഇതാണ് ലോകത്തെ മുസ്ലിമീങ്ങളൊക്കെ ഇലാഹ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം പഠിച്ചത്. പക്ഷേ കാലം കുറച്ച് കഴിഞ്ഞപ്പോൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ ഒരു 150 കൊല്ലം മുമ്പ് ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വന്നിട്ട് പറഞ്ഞു വൽ ഇലാഹു, ഇലാഹ് എന്ന് പറഞ്ഞാൽ മഅനാഹു, അതിന്റെ അർത്ഥം അൽ വലിയു, വലിയ എന്നാണ്. അപ്പൊ മുഹീദ്ദീൻ ഷെയ്ഖ് വലിയാണ് പറഞ്ഞാൽ മുഹീദ്ദീൻ ഷെയ്ഖ് ഇലാഹാണ് എന്നാണ്. മനസ്സിലാകണ്ടോ? വലിയ എന്നാണ് ഇതിന്റെ അർത്ഥം. ഒരർത്ഥമാണ് മൂപ്പര പറഞ്ഞ് പറയുന്നുണ്ട്. ആ മൂപ്പര കിതാബിൽ നിന്നാണ് വായിക്കുന്നത്. അദ്ദേഹം പറയണേ വഹുവല്ലദീ യുസമ്മൂനഹുൽ ഫഖീറ, ഈ ഇലാഹിന് തന്നെയാണ് ചില ആളുകൾ ഫഖീർ, അല്ലെ, അജ്മീർ ഫഖീർ എന്നൊക്കെ പറയില്ലേ, ഫഖീർ ഈസ അഹമ്മദ് എന്നൊക്കെ പറയണ ഫഖീർ എന്ന് പറയുന്നതും ഈ ഇലാഹ് തന്നെയാണ്. വ ഷെയ്ഖ, ഷെയ്ഖ് എന്ന് പറയുന്നതും ഇലാഹ് തന്നെയാണ്. വ തുസമ്മീഹിൽ അമ്മത്തു, സാധാരണക്കാര സയ്യിദു, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതും തന്നെയാണ് ഇലാഹ് എന്നുള്ള അർത്ഥത്തിന് തന്നെയാണ്. അതൊക്കെ ഇലാഹുകളായിട്ട് മാറുകയാണ്. അഷ്ബാഹു ഹാദ, ഇതേപോലെ മൗലാന നജീബ് മൗലവി എന്ന് പറഞ്ഞാൽ അത് ഇലാഹ് തന്നെയാണ്. മൗലാന മൗദൂദി
എന്ന് പറഞ്ഞാൽ അത് ഷിർക്കാണ്, ഇലാഹാക്കലാണ് എന്നാണ് ആര് പറഞ്ഞത്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഈ പറയുന്നത് അയാൾ. അതേപോലെ ഒരുപാട് വാക്കുകളുണ്ട്. ഇത് ഫക്കീർ, അതേപോലെ അപ്പോ അഷ്ബാഹു ദാലിക, ഇതുപോലെയുള്ള ഒരുപാട് വാക്കുകൾ അദ്ദേഹം എണ്ണി എണ്ണി പറയാം. അപ്പോ ലാ വലിയ, അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ഇയാൾ പറഞ്ഞത് പ്രകാരമുള്ള അർത്ഥം ലാ വലിയ ഇല്ലല്ല. തഫ്സീർ കലിമത്ത് തൗഹീദ് എന്ന് പറയുന്ന ഒരു കിതാബുണ്ട് അയാളുടെ. ഒരു പുസ്തകന്റെ ഇതിലേക്കാണ്, എൻ്റെ വീട്ടിലുണ്ട്. കയ്യിലുള്ള സാധനം തന്നെ ഞാൻ തെളിവായിട്ട് ഉദ്ധരിക്കാറുള്ളൂ. കാരണം ഈ ഖണ്ഡന പ്രസംഗത്തിൽ നമ്മൾ വേറൊരാളെ അവലംബിച്ചാൽ കുടുങ്ങും. ഒരാൾ പറയുന്നിട്ട് പ്രസംഗത്തിൽ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞാൽ നമ്മളെ കാണിച്ചാട്ട് പറഞ്ഞാൽ നമ്മൾ കുടുങ്ങിയില്ലേ. ഇത് എൻ്റെ കയ്യിലുള്ള കിതാബ് തന്നെയാണ്. ജാമിഉൽ ഫരീദ് എന്ന് പറഞ്ഞ കിതാബുണ്ട്. അത് 10-14 കിതാബുകൾ ഇയാളുടെ ഗ്രന്ഥങ്ങൾ കൂട്ടി യോജിപ്പിച്ചുണ്ടാക്കിയ. അപ്പൊ അതിൽ പറയണത് ആ കലിമത്ത് തഫ്സീർ കലിമത്ത് തൗഹീദ് എന്ന ആ ലഘുലേഖയിൽ, ആ റിസാലയിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞത്. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ സ്ഥാനത്താണ് ലാ വലിയ ഇല്ലല്ലാ, ലാ ഫക്കീറ ഇല്ലല്ലാ, ലാ ഷെയ്ഖ ഇല്ലല്ലാ, ലാ സയ്യിദ ഇല്ലല്ലാ, ലാ മൗലാന ഇല്ലല്ലാ, ലാ കുത്തുബ ഇല്ലല്ലാ, ഇങ്ങനെ എന്തായിക്കോട്ടെ, ഇതൊക്കെ ഇലാഹ് എന്ന മാനക്കാണ്. ഇങ്ങനെയാണ് ഈ ഷിർക്ക് വന്നത്. സുന്നികൾക്കിടയിൽ ഷിർക്ക് ആരോപിക്കുന്നത് ഈ ഇലാഹിന്റെ അർത്ഥത്തിൽ തെറ്റിയതാണ്. നമുക്ക് പറഞ്ഞ മനസ്സിലാകുന്നുണ്ട്. മുജാഹിദീങ്ങളോട് നമ്മളൊരു വിഷയത്തെ പറ്റി തർക്കിക്കല്ല വേണ്ട, ഈ വാക്കുകളുടെ അർത്ഥം എന്താണെന്ന് ആദ്യം തീരുമാനിക്കണം. ഞാൻ ആദ്യം പറഞ്ഞു അള്ളാഹ് എന്നുള്ളതിൽ അവർക്ക് അള്ളാഹിന്റെ പറഞ്ഞിട്ടില്ല അല്ലേ. തൗഹീദ് പറഞ്ഞു, അള്ളാഹിനെ ഞാൻ പറയാം. തൗഹീദ് പറഞ്ഞു, നമ്മള് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം പറഞ്ഞു, ഷിർക്ക് എന്താന്ന് പറഞ്ഞു. ഇതിനൊക്കെ എതിരാണ് ആര് പറഞ്ഞത്? അവര് പുതിയൊരു നിർവചനം ഉണ്ടാക്കിയിട്ടാണ് അവരുടെ തൗഹീദ്, അവരുടെ ഷിർക്ക്, അവരുടെ ഇലാഹ് അതൊക്കെ വേറെയാണ്. മുസ്ലിങ്ങളുടെ ഇലാഹ് അല്ല. മുസ്ലിങ്ങൾ പറയുന്ന ഇലാഹ് അല്ല അവരുടെ ഇലാഹ്. ഇതാണ് വഹാബികളും അവരുടെ തൗഹീദുമായിട്ടുള്ള ബന്ധം. അവരുടെ തൗഹീദ് ഇലാഹും ദൈവവും ഒക്കെ ഒന്ന് വേറെയാണ്. നമ്മൾ പാരമ്പര്യമായി റസൂലുള്ളാഹി തങ്ങളും സഹാബത്തും താബിഈകളും വിശ്വസിച്ചു വന്ന ഒന്നിനെയും അവർ അംഗീകരിക്കുന്നില്ല. അതൊന്നും അവർ അംഗീകരിക്കുന്നില്ല. അതൊക്കെ നിഷേധിക്കലാണ് ഈ പറയുന്ന അവരുടെ തൗഹീദിന്റെ സ്വഭാവം. അപ്പൊ ഈ നിലയിൽ ഇതിനെതിരായിട്ട് വരുന്നതൊക്കെ ഷിർക്ക് എന്നാണ് അവർ പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോ മുഹീദ്ദീൻ ഷെയ്ഖിനെ വലിയ ഒരാൾ വിശ്വസിച്ചാൽ അവൻ ആരായി? അതുകൊണ്ട് അവൻ കാഫറായി. കാരണം ഇലാഹ് എന്ന മായനയാണ് വലിയനുള്ളത്. അതേ അർത്ഥത്തിനാണ് വലിയ, അതേ അർത്ഥത്തിനാണ് ഫക്കീർ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് ഒരാൾ സഹായിക്കും എന്ന് വിശ്വസിച്ചാൽ അവൻ ആരായി? മുശ്രിക്കായി. അള്ളാഹു കൊടുത്ത കഴിവ്, അള്ളാഹു ഒരാൾക്കൊരു കഴിവ് കൊടുത്തിട്ടുണ്ട്. ആ കഴിവ് അവനോട് നമ്മൾ ചോദിച്ചാൽ തന്നെ എന്താകും? അത് ഷിർക്കാകും, അത് കുഫറാകും എന്നാണ് ഇവർ പറയുന്നത്. തനിക്ക് വേണ്ട സഹായം ഏതോ മാർഗത്തിലൂടെ എത്തിച്ചു തരുമെന്ന വിശ്വാസത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യനോട് ബന്ധപ്പെടുന്നതും വിധേയത്വവും വിനയവും പ്രകടിപ്പിക്കുന്നതും ഷിർക്കിൽപ്പെട്ടത് തന്നെ എന്നാണ് ഈ ഇലാഹിന്റെ അർത്ഥം വെച്ചിട്ട് ആരെഴുതിയത്? കെ മൊയ്തു മൗലവി അദ്ദേഹത്തിന്റെ സൽസബിയിലെ പുസ്തകം 1 ലക്കം 3 പേജ് 9-10 എഴുതിയത്. അപ്പൊ അള്ളാഹു കൊടുത്ത കഴിവന്നായിക്കോട്ടെ, നമുക്ക് വരാൻ പോകുന്ന എന്തെങ്കിലും സഹായം അയാളിൽ നിന്ന് കിട്ടുന്ന പ്രതീക്ഷിച്ചിട്ട് ഒരാളോട് ആ നിലയിൽ തനിക്കോ വേണ്ട സഹായം ഏതോ മാർഗത്തിലൂടെ എത്തിച്ചു തരുമെന്ന വിശ്വാസത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് ബന്ധപ്പെടുന്നത് ഷിർക്കാണ്. അപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരാളോട് ചോദിക്കുകയാണ്, ഏതെങ്കിലും മാർഗത്തിൽ ഇയാൾ സഹായിക്കുമെന്ന് വിചാരിച്ച് ചോദിക്കുക. ഇതുപോലെ സുലൈമാൻ നബി ചോദിച്ചതുപോലെ ഖുർആനിലുള്ള തന്നെ നമുക്ക് പറയാം. സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ട്, കാല അയ്യുഹൽ മലൗ, ബിൽഖീസ് രാജ്ഞി ഈ ഹുദ്ഹുദ വന്ന് പറഞ്ഞു, കഥ പറയാൻ സമയമില്ല, ഹുദ്ഹുദ വന്ന് പറഞ്ഞു അവളും അവളുടെ പട്ടാളവും ഒക്കെ കൂടിയിട്ട് പുറപ്പെട്ടിട്ടുണ്ട്, ഇങ്ങോട്ട് വരുന്നുണ്ട്, രാജകൊട്ടാരത്തേക്കാണ് വരുന്നത്, അവരെല്ലാരും കൂടി ഇങ്ങോട്ട് വരികയാണ്, പുറപ്പെട്ടിട്ടുണ്ട് അവിടെ നിന്ന് പറഞ്ഞു ഹുദ്ഹുദ് വന്നിട്ട്. അപ്പൊ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, അവൾ വരുമ്പോഴേക്ക് ഇവിടേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടണമല്ലോ, ഒരു പെണ്ണ് രാജ്ഞിയാണല്ലോ വരുന്നത്, അപ്പൊ അത് വരുമ്പോഴേക്ക് ഈ രാജകൊട്ടാരത്തിൽ ചെറിയൊരു മാറ്റമൊക്കെ വരുത്തണം, ഡെക്കറേഷനൊക്കെ വേണം എന്ന് സുലൈമാൻ നബി തീരുമാനിച്ചിട്ട് സുലൈമാൻ നബി രാജ ദർബാറിലുള്ള ആളുകളോട് പറഞ്ഞു, കാല അയ്യുഹൽ മലൗ അയ്യുക്കും യഅ്തീനി ബി അർശിഹ ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ. അവര് മുസ്ലിങ്ങളായിട്ട് ഇവിടെ എത്തുന്നതിന്റെ മുമ്പ്, അവരല്പം കഴിയുമ്പോഴേക്ക് എത്തുന്നതിന്റെ മുമ്പ് അവരുടെ അയ്യുക്കും യഅ്തീനി ബി അർശിഹ, ആ ബിൽക്കീസ് രാജ്ഞിയുടെ, യമനിലുള്ള ബിൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരം 70 മുഴം നീളമുണ്ടെന്ന് പറയപ്പെടുന്ന ആ കൊട്ടാരം ഇവിടെ ആരാ എത്തിച്ചു തരിക എന്ന് ചോദിച്ചു. ആര്? സുലൈമാൻ നബി അലൈഹി സ്വലാം. ഇതെങ്ങനെയാ എത്തിച്ചു തരിക? അത് മൂപ്പര് വെറുതെ എപ്പോഴെങ്കിലും കൊണ്ട് തന്നാ പോരാ,
അതെന്ത് ചെയ്യണം, കബലായി എഴുത്തൂനി മുസ്ലിമി, അവർ വരുന്നതിന് മുമ്പ് കൂടെ എത്തണം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞപ്പോൾ കാല ഇഫിരീത്തും മിനൽ ജിന്നി, അപ്പൊ ജിന്നുകളിൽപ്പെട്ട ഒരു മല്ലൻ, ഒരു പോക്കിരി, ഒരു ധീരൻ, ഒരു ശക്തൻ, അയാൾ പറഞ്ഞു അന ആതീക ബിഹി കബല അൻ യകൂമ മിൻ മഖാമിക, നിങ്ങളിപ്പോൾ ഇരുന്നിരിക്കുന്ന രാജ ദർബാറിലെ കൊട്ടാരത്തിലെ സിംഹാസനത്തില് ഇപ്പൊ ഇരുന്നിരിക്കുന്ന ഈ ഇരിപ്പ് കുറച്ച് കഴിയുമല്ലോ, കുറച്ചും കൂടി നിങ്ങളുമല്ലോ, മൂപ്പർ നിങ്ങളിവിടെ നടിക്കുന്നതിന് മുമ്പ് ഞാൻ അവിടെ എത്തിച്ചോളാം എന്ന് ആര് പറഞ്ഞു? ഈ ഫിരീത്തും മിനൽ ജിന്ന് പറഞ്ഞു. ഇത് മര്യാദക്കുള്ള കൊണ്ടുവരലല്ല, 100-400 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് കൊണ്ടുവരണം. അത് ആ ഋഷി എന്ന് പറഞ്ഞാൽ അത്രമാത്രം വലിയൊരു ഭീമാകാരമായ സാധനം, പെട്ടെന്ന് എത്തിക്കാൻ പറ്റണമെന്നല്ല. പക്ഷേ ഈ ഫിരീത്തും മിനൽ ജിന്ന് പറഞ്ഞ എന്താ, നിങ്ങൾ ഇവിടെ ഇരുന്നോടെ നടിക്കുന്നതിന് മുമ്പ് ഞാനത് കൊണ്ടുവരാറുണ്ട്. സുലൈമാൻ നബിക്ക് അത് പോരാ, ഇപ്പൊ തന്നെ അവിടെ കിടന്നു, അത് സമയം വൈകൂലേ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടല്ലേ അവിടെ നിൽക്കുള്ളൂ, അതുകൊണ്ട് പോരാ. അപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞു. അപ്പൊ ഈ സുലൈമാൻ നബി അനിഷ്ടം പ്രകടിപ്പിച്ചു, പോരാ എന്നുള്ള നിലയ്ക്ക് തിരിഞ്ഞു കളഞ്ഞു. അപ്പൊ കാലല്ലതി ഇൻദഹു ഇൽമും മിനൽ കിതാബ്, ഖുർആനാട്ടോ. അപ്പൊ കിതാബ് പഠിച്ച, വേദം പഠിച്ച ഒരു പണ്ഡിതൻ അവിടെ ഉണ്ട്, ഒരു ആലിം അവിടെ ഉണ്ട്. ആ ആലിമ് പറഞ്ഞു അന ആതീക ബിഹി ഖബല യർതദ്ദ ഇലൈക തറഫുക, നിങ്ങൾ ഇപ്പൊ നോക്കണ വസ്തുവിൽ നിന്ന് നോട്ടം വേറൊരു വസ്തുവിലേക്ക് മാറുന്നതിന്റെ മുമ്പ് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേരാ പോരെ ചോദിച്ചു. ആര്? ഒരു മൗലിയരി, ഒരു വലിയ, അതാപ്പി പറയുന്നത് അള്ളാഹിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു പണ്ഡിതൻ, ഒരു വലിയ. നിങ്ങൾ കണ്ണ് എപ്പോൾ നോക്കണ സ്ഥലത്ത് നിന്ന് കണ്ണിപ്പുറത്തേക്ക് നോക്കണതിന് മുമ്പൊക്കെ സാധനം ഇവിടെ എത്തും, അത് പോരേ പറഞ്ഞു. മൂപ്പർക്ക് അത് മതിയെന്ന് കണ്ടപ്പോൾ കണ്ണ് മൊഴിക്കുമ്പോഴേക്ക് സാധനം ഇവിടെ ഉണ്ട്. സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ മുമ്പിൽ ആ സിംഹാസനം എത്തിച്ചു കൊടുത്തു. മൂപ്പരുടെ മുമ്പിൽ ആ കൊട്ടാരം കണ്ടപ്പോ, ആ അർശ്, ആ സിംഹാസനം കണ്ടപ്പോ മൂപ്പര് പറഞ്ഞു ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. അവന്റെ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി ചെയ്യുന്നുണ്ടോ, അതെല്ലാം നന്ദി കേട് ചെയ്യുന്നുണ്ടോ എന്ന് എന്നെ പരീക്ഷിക്കുകയാണ് അല്ലാഹ്. അല്ലാണ്ട് വെറുതെ അല്ലാതെ ഇവിടെ എത്തിയത് എന്ന്, നിന്റെ കഴിവൊന്നും അല്ലാതെ ഇവിടെ എത്തിച്ചത് എന്ന് പച്ചയ്ക്ക് പറഞ്ഞില്ലെങ്കിലും അതാണ് ഇതിന്റെ സാരം. ഇത് സുലൈമാൻ നബി ആരോട് ചോദിച്ചു? രാജകൊട്ടാരത്തിലുള്ള ആളുകളോട് ചോദിച്ചു. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, മോഡി തൃശ്ശൂർ വരുന്നുണ്ട്, അതിന്റെ മുമ്പ് എന്ത് ചെയ്യണം? ആ പാർലമെന്റിലുള്ള അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലുള്ള കസേര, ആ കൊട്ടാരത്തിലെ ആ കസേര എനിക്കിവിടെ നിങ്ങൾ എത്തിച്ചു തരണം എന്ന് ഞാൻ ചോദിക്കുകയാണ് ഒരാളോട്. ഇത് മറഞ്ഞ വഴിക്കല്ലാതെ മറയാത്ത വഴിക്ക് ഇത് എത്തിക്കാൻ കഴിയില്ലല്ലോ. ഇത് വൈബിയായ ഒരു കാര്യമാണല്ലോ, ഇതൊരു അത്ഭുതം സംഭവിക്കണമല്ലോ. അതിന് ഇയാൾ പറയാ നിങ്ങളുടെ കണ്ണ് നോക്കിയോടത്ത് നിങ്ങൾ മടങ്ങണതിന് മുമ്പ് ഞാൻ ഇവിടെ എത്തിച്ചു തരാം എന്നൊരാൾ പറയണം. അങ്ങനത്തെ ഒരാളോട് ആര് സഹായം ചോദിക്കുകയാണ്? സുലൈമാൻ നബി. വഹാബികൾ പറയണ കണക്കിന് സുലൈമാൻ നബി ആരാണ്? തികഞ്ഞ മുഷിരിക്ക, 110 വാട്സ് മുഷിരിക്കാവണം. കാരണം ഞാൻ ഇതുവരെ ഒരാളോട് അങ്ങനെ ചോദിച്ചിട്ടില്ല. ഞാൻ അള്ളാഹിനോട് തന്നെ ചോദിച്ചിട്ടുള്ളൂ. സുലൈമാൻ നബി ആരോടാ ചോദിച്ചത്? ആദ്യം ഈ ഫിരീത്തും മിനൽ ജിന്ന മറുപടി പറഞ്ഞത്. പിന്നെ ചോദിച്ചു, അതും പോരാന്നും പറഞ്ഞിട്ടാണ് മഹാന്മാരിൽപ്പെട്ട ഔലിയാക്കളിൽപ്പെട്ട ഒരാളെ ഞാൻ കൊണ്ടുവന്ന് തന്നോളാന്ന് മറുപടി പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇലാഹ് എന്ന് പറഞ്ഞ അതുകൊണ്ടൊന്നും ഒരാൾ ഇലാഹാകൂല. ഒരാളെ സയ്യിദ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഇലാഹാകൂല. ഇലാഹ് എന്ന് പറഞ്ഞാൽ മഅബൂദാണ്, ആരാധിക്കപ്പെടുന്നവൻ, ഇബാദത്തിന് അർഹത. നമ്മ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, മഅബൂദ് എന്ന നിലയ്ക്ക് വിശ്വസിച്ചു കൊണ്ട ഒരാളെ അയാളോട് കാണിക്കുന്ന വണക്കം, വിനയം, താഴ്മ, അതിനെ പറ്റിയാണ് എന്ത് പറയാ? ഇബാദത്ത് എന്ന് പറയാ. ആ ഇബാദത്ത് ആരോട് കാണിക്കുന്നുവോ അതിനാണ് മഅബൂദ് എന്ന് പറയാ. ആ മഅബൂദിനാണ് ഇലാഹി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത്. ആ മഅബൂദും ബി ഹക്ക്, അതിൽ യഥാർത്ഥത്തിൽ അർഹരപ്പെട്ട ഇബാദത്ത് ചെയ്യപ്പെടുന്നവൻ എന്ന നിലയ്ക്കാണ് അതിൽ അലിഫ് ലാം കൂട്ടിയിട്ട് അൽ ഇലാഹ്, അല്ലാഹ് എന്ന വാക്കുണ്ടായിരിക്കുന്നത്. അപ്പൊ വഹാബികള് ഇത് വെച്ചിട്ടാണ് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥന ശിർക്കാണ്. വിളിച്ച് പ്രാർത്ഥന ശിർക്കാന്ന് പറയുന്നത് ഇവിടെയാണ്. എന്ത് ഇവർ ഈ പറയുന്ന അർത്ഥം വെച്ചിട്ടാ? വലിയ, ഷെയ്ഖ്, മൗലാന, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പുതിയ അവർക്ക് തോന്നിയ കുറെ അർത്ഥമുണ്ട്. ഈ കഴിഞ്ഞു പോയ 12 നൂറ്റാണ്ടിലെ മുസ്ലിമീങ്ങളും അങ്ങനെ ഒരു അർത്ഥം ഇലാഹി എന്ന വാക്കിന് പറഞ്ഞിട്ടില്ല. ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന കാക്ക പറയുന്നതിന്റെ മുമ്പ് ലോകത്ത് ഒരാളും അത് പറഞ്ഞിട്ടില്ല. ഇത് ഏറ്റുപിടിച്ചിട്ട് വഹാബികൾ പഴിച്ചതാണ്. അല്ലാതെ അത് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ വാക്കുകളുടെ, അതാണ് ഈ ഒരു ജമാഅത്തെ ഇസ്ലാമിന്റെ ഒരു നേതാവ് ഉണ്ടായിരുന്നു, മുഹീദ്ദീൻ ആലുവായി എന്ന് പറയുന്ന ഒരാൾ.
മദീന യൂണിവേഴ്സിറ്റിയിലൊക്കെ പ്രൊഫസറായിരുന്ന വലിയൊരു പണ്ഡിതനാണ്. അത് മരിച്ചുപോയി. ആ മൊഹീദ്ദീൻ ആലുവായി മുമ്പൊരിക്കൽ പ്രസംഗിച്ച് ഞാൻ ഓർക്കുകയാണ്, ഇസ്ലാമിലെ സാങ്കേതിക പദങ്ങളുടെ അർത്ഥം തിരിയാത്തതാണ് സമുദായത്തിലുള്ള മുഴുവൻ തർക്കത്തിൻ്റെയും കാരണം. മനസ്സിലായി പറഞ്ഞത്? വളരെ നല്ലൊരു പോയിന്റാ പറഞ്ഞത്. സ്വലാത്ത് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? ദുആ എന്നാണ്, അല്ലാണ്ട് നിസ്കാരം എന്നല്ല വാക്കിന്റെ അർത്ഥം. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ദുആ എന്നാണ് അർത്ഥം. ആ സ്വലാത്ത് എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥത്തെ വിട്ടിട്ട് മജാസിയായ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന ചില പ്രത്യേക വാക്കുകൾക്കും പ്രവൃത്തികൾക്കുമാണ് നിസ്കാരം എന്ന് പറയുന്ന സ്വലാത്ത് എന്ന് പിന്നെ ആക്കിയതാണ്. അത് മജാസാണ്. അതിന്റെ യഥാർത്ഥ അർത്ഥം എന്താ? പ്രാർത്ഥന എന്നാണ്. സക്കാത്ത് പറഞ്ഞ അർത്ഥം എന്താ? ശുദ്ധീകരിക്കുക എന്നാണ് അർത്ഥം. പക്ഷേ ഹക്കും വാജിബുൻ ഫി മാലിൻ മഖ്സൂസിൻ ലി ത്വായിഫത്തിൻ മഖ്സൂസത്തിൻ ഫി വഖ്തിൻ മഖ്സൂസത്തിൻ, പ്രത്യേക സമയത്ത് പ്രത്യേക മുതലുകളിൽ നിന്ന് പ്രത്യേക ആൾക്കാർക്ക് കൊടുക്കുന്ന മുതലിനാണ് സക്കാത്ത് എന്ന് പറയുക എന്നുള്ളത് എന്തർത്ഥം? അത് സാങ്കേതിക അർത്ഥമാണ്. അത് പിന്നുണ്ടായൊരു ഇസ്തിലാഹാണ്. ഈ ഇസ്തിലാഹും ഭാഷാർത്ഥവും തമ്മിൽ തിരിയാതെ, അതുപോലെ ആ ദുആയും ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് വിളിച്ച് അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക എന്നാണ് വിഷയമെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് ഞാൻ പറയാം. അപ്പൊ ഇങ്ങനെ ഓരോ വാക്കുകളുടെയും സാങ്കേതിക അർത്ഥവും ഭാഷാർത്ഥവും തമ്മിൽ തെറ്റിപ്പോയി. ഇവർക്കത് മനസ്സിലാക്കി കൊടുക്കാൻ ആളുണ്ടായില്ല, സ്വയം മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടായില്ല, പഠിപ്പിക്കാനോട്ട് ഉസ്താദന്മാർക്ക് കഴിഞ്ഞില്ല. അതാ ഇവർക്ക് പറ്റി. അവരുടെ ഉസ്താദന്മാർക്ക് അത്രേ കഴിഞ്ഞുള്ളൂ. അവർക്ക് അങ്ങനെ ഒരു ഗുരുനാഥന്മാരും ഇല്ല, പഠിക്കാൻ സൗകര്യം കിട്ടിയിട്ടില്ല. അവരീ വായിച്ച് മനസ്സിലാക്കിയ പൊട്ടത്തരം വഹാബികളും മൗദൂദികളൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇലാഹി എന്ന വാക്കിന് അവര് പറയുന്ന ഒരു അർത്ഥമല്ല. അത് പൂർവികരാരും പറഞ്ഞിട്ടില്ല, മുൻഗാമികൾ ആരും അങ്ങനെ വിശ്വസിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം അതുകൊണ്ടല്ലേ മൗലാന മൗദൂദി. എന്താ പറയല്? നമ്മളുടെ പേരാ. ജമാഅത്തുകാർക്ക് ഇപ്പൊ അത് പറയാൻ മടിയുണ്ട്. മുമ്പൊക്കെ ഒരു മടിയില്ലാതെ മൗലാന മൗദൂദി എന്നാ പറഞ്ഞിരുന്നത്. ഇപ്പൊ മൗദൂദി സാഹിബ് എന്നാ പറയാ, മൗലാന ഒഴിവാക്കിയിട്ട്. അയാൾക്ക് അത് തിരിഞ്ഞില്ല തോന്നുന്നുണ്ട്, പറയുന്നേട്ടാ തോന്നും. മൗലാന മൗദൂദിക്ക് അത്ര വിവരമില്ല, തോണിപ്പാടത്തുള്ള ജമാഅത്തുകാർക്കാണ് ഇപ്പൊ നല്ല വിവരം എന്ന് തോന്നിപ്പോവുക. അത് കേൾക്കുമ്പോ എന്ത് അതപ്പതന. നമ്മളെന്നാലോചിച്ച് നോക്കി നിങ്ങള്. ഇസ്ലാമിന്റെ സാങ്കേതിക പദങ്ങൾക്ക് വേറെ അർത്ഥമുണ്ട്, ഭാഷയിൽ ഒരർത്ഥമുണ്ട്. ദുആ പറഞ്ഞതിന് ഒരു അർത്ഥം, ഭാഷയിൽ ഒരർത്ഥമുണ്ട്. എന്നാ ദുആന് സാങ്കേതികമായിട്ടൊരു ഇസ്തിലാഹ് വേറുണ്ട്. ഇത് രണ്ടും രണ്ടർത്ഥത്തിലാണ്. അത് അങ്ങനെ തന്നെ നമ്മുടെ പൂർവികരൊക്കെ വിശ്വസിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാ കിതാബിലും ഉണ്ട്. പക്ഷെ ഇവരതൊന്നും അംഗീകരിക്കില്ല. ഇവർക്ക് ഇന്നലെ അങ്ങോട്ട് തോന്നിയ ചിന്താഗതി വെച്ചിട്ട് ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നിടത്താണ് ഈ പരാജയം മുഴുവൻ വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, വഹാബികൾ പഴിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ തർക്കിച്ചിട്ട് കാര്യമില്ല. അള്ളാഹുവോട് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് പറഞ്ഞിട്ട് അതിന് നമ്മൾ കുറേ തെളിവല്ലട്ടോ, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, നബി പ്രാർത്ഥിച്ചിട്ടുണ്ട്, അവർ പ്രാർത്ഥിച്ചിട്ടുണ്ട് പറഞ്ഞ് തെളിവ് കൊടുത്തിട്ട് കാര്യമില്ല. ആദ്യം ഇലാഹ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് തിരിയണം. തൗഹീദ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥത്തിലൊക്കണം. ഷിർക്ക് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥത്തിലൊക്കണം. ദുആ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ദുആ തന്നെയാണോ അവര് പറയുന്ന ദുആ എന്ന് നമ്മൾ ആലോചിക്കണം. മനസ്സിലാണ്ടോ? ഞങ്ങൾ ദർസിൽ രാത്രി ചെറുകര ദർസിൽ കിതാബ് ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചങ്ങായി പൈതാരാന്നും പറഞ്ഞിട്ടുണ്ട് ചങ്ങോട്ട് ഓടി, കിതാബ് അവിടെ ഇട്ടിട്ട്. അതിൽ ഞങ്ങളൊക്കെ എണിച്ചോടി. ഇതെന്തോ പാമ്പോ എന്തോ മൂർഖനോ എന്തോ ആണ് വിചാരിച്ച്, പായിൻ്റെ അടിയിലുണ്ട് വിചാരിച്ച് ഞങ്ങളൊക്കെ എണിച്ചോടി. അവൻ പറഞ്ഞത് പൈതാരാന്ന്. ഞങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല എന്താ സംഭവം. എന്താ സംഭവം എനിക്ക് മനസ്സിലായോ? തെക്കനാണ് പറഞ്ഞ മൂലയൊരു തെക്കനാണ്. കരിക്കൊന്തനെ പറയണേ, ഒരു കരിക്കൊന്തം കുട്ടി അതിൽ കൂടെ പോയതിനാണ് ഇവൻ എണിച്ചോടിയത്. അപ്പൊ അവന്റെ നാട്ടിൽ അതിന് പൈതാരാന്നാ പറയാ, നമ്മളതിന് പൈതാരാന്നും പറയില്ല. അത് കരിക്കൊന്നാ പറയാ. അത് കണ്ടപ്പോ അത്രേ പേടിയുള്ളൂ, അത് ചെയ്താൽ അത്രയേ ഉള്ളൂ, നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് നമ്മളാരും എണിച്ച് ഓടൂല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതേപോലെയാണ് ഇവരുടെയൊക്കെ അവസ്ഥ. ഇവർക്ക് തൗഹീദ് എന്താന്ന് തിരിഞ്ഞിട്ടില്ല, ഷിർക്ക് എന്താന്ന് തിരിഞ്ഞിട്ടില്ല, ഇലാഹിന്റെ അർത്ഥം എന്താന്ന് തിരിഞ്ഞിട്ടില്ല, ദുആ എന്ന് പറഞ്ഞാൽ എന്താന്ന് തിരിഞ്ഞിട്ടില്ല. വെറുതെ എന്തോ കേട്ടത് ഇങ്ങനെ, ആ കേട്ടതിന് പുറമെ ഇങ്ങനെ കേട്ടവര് പറയാന്നല്ലാതെ അത്